ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ സിംഹഗർജനമാണ് ലോകം കശ്മീരിൽ ദർശിച്ചത്. ഭീകരവാദം കൊണ്ട് കശ്മീരിന്റെ വികസനം തടയാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് 1 മാസം തികയുന്ന ദിവസം കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാന സേവകൻ പറഞ്ഞ ഓരോ വാക്കും ഭീകരതയെ താലോലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, വളരെ കൃത്യമായ മുന്നറിയിപ്പ് കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നൽകുകയാണ്. ഭീകരതയെ താലോലിക്കുന്നവർക്ക്, അവർക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ഒരു വിധത്തിലുമുള്ള നിലനിൽപ്പും ഈ രാജ്യത്തും പുറത്തുമുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ കശ്മീരിന്റെ വികസനം തകർക്കാൻ ഭീകരവാദികൾ ശ്രമിച്ചാൽ ആദ്യം നേരിടേണ്ടി വരുന്നത് നരേന്ദ്രമോദിയെ ആയിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി പങ്കുവെക്കുകയാണ് അദ്ദേഹം. വിവരങ്ങൾ നീലിമ, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിൻ്റെ മണ്ണിലെത്തുന്നത്. മാതാ വൈഷ്ണോദേവിയെ സ്തുതിച്ചുകൊണ്ട് ഓങ്കാരം ചൊല്ലിയാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ഭാരതത്തിൻ്റെ നയം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് വ്യക്തമാക്കിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനുള്ള താക്കീത് കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ന് വേണം വിലയിരുത്താൻ. അതായത് പാകിസ്ഥാൻ പെഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ശ്രമിച്ചത് ഈ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും തകർത്തുകൊണ്ട് കഠിനാധ്വാനികളായ കശ്മീരി ജനതയുടെ വരുമാനമാർഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ശ്രമമായിരുന്നു പെഹൽഗാമിൽ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു ഭീകരാക്രമണത്തിനും അല്ലെങ്കിൽ പെഹൽഗാം സംഭവത്തിനോ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിനോ കശ്മീരിൻ്റെ മണ്ണിൽ വികസനം സാധ്യമാക്കുവാൻ അല്ലെങ്കിൽ സാധ്യമാക്കുന്നതിന് തടസ്സം നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. വ്യക്തമായ മറുപടി ഭാരതം നൽകിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഭാരതം ആക്രമിച്ചു. എന്നാൽ അതിന് ഭാരതത്തോട് തിരിച്ചു പാകിസ്ഥാൻ ചെയ്തത് ഭാരതത്തിലെ സ്കൂളുകളും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ സ്കൂളുകളും പള്ളികൾക്കും നേരെ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടും അത് തകർത്തുകൊണ്ടുമായിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ പ്രതികാരം വീട്ടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. തക്കതായ മറുപടി പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കശ്മീരി ജനതയ്ക്ക് പൂർണ്ണ ആത്മവിശ്വാസം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കശ്മീർ ജനതയോടൊപ്പം തന്നെ രാജ്യം നിലകൊള്ളുമെന്നുള്ള സൂചനകൾ പ്രധാനമന്ത്രി നൽകുമ്പോൾ മേലിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ കാശ്മീരി ജനതയ്ക്ക് നേരെ ഉണ്ടാകാതിരിക്കുവാനുള്ള സത്വര നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പാകിസ്ഥാൻ ഈ കശ്മീരി ജനതയെ പ്രധാനമന്ത്രി ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കശ്മീരിൽ കത്വയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ട്രെയിനിൻ്റെ ഉദ്ഘാടനം, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ ഈ കത്വയിൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ബാരാമുള്ള മുതൽ ഉള്ള ട്രെയിൻ സർവീസ്, അത് നേരത്തെ തന്നെ ശ്രീനഗർ മുതൽ ബാരാമുള്ള വരെ നേരത്തെ തന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്. ഇപ്പോൾ കത്വ മുതൽ ശ്രീനഗർ വരെയുള്ള പാതയാണ് ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്നുള്ള സവിശേഷത, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയം ഉൾപ്പെടെയുള്ള ഏതാണ്ട് 32 അധികം തുരങ്കങ്ങൾ, ഒപ്പം തന്നെ 92-ലധികം പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യം എഞ്ചിനീയറിംഗ് വിസ്മയം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ പാത അത് എല്ലാ തരത്തിലും വികസനത്തിനു കൂടിയുള്ള പാതയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കശ്മീരിലെ വ്യവസായങ്ങൾ കൂടുതൽ വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ വ്യവസായങ്ങൾ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റെയിൽ പാതയിലൂടെ ഭാരതം സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും കശ്മീരി ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനത്തിൻ്റെ നാളുകൾ വരാനിരിക്കുന്നു. അതിൻ്റെ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ഈ കത്വ അതേപോലെ തന്നെ ശ്രീനഗർ പാതയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കശ്മീരി ജനത സാക്ഷ്യം വഹിച്ചത്. നീലിമ.